ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. വീട് മേടിച്ചതിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റായിരുന്നു ഈ ഒരു ഗ്രില്ല് അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രില്ല് അസംബിൾ ചെയ്തെടുക്കുന്ന വീഡിയോയും അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റേക്ക് ഗ്രില്ല് ചെയ്തെടുക്കുന്ന വീഡിയോയും ഒക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാം. ഈ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം നേരം ഒന്നും എടുത്തില്ല, 20 മിനിറ്റ് പോലും എടുക്കത്തില്ല ഇതുപോലത്തെ ഒരു സ്റ്റേക്ക് ഈ ഒരു ഗ്രില്ലിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അവിടെ നമുക്ക് കാണാം ആ ഒരു സ്റ്റേക്ക് ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അധികം സീസണിങ് ഒന്നും ഇട്ടിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് റെഡിയാക്കി എടുത്ത ഒരു സ്റ്റേക്കാണ്. പിന്നെ കുറച്ച് ഗാർലിക്കും ഒക്കെ അവിടെ കാണാം നിങ്ങൾക്ക്. ഒരു സൂപ്പർ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഗ്രില്ലുകൾ പലതരമുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് US ഒത്തിരി ഗ്രില്ലിങ് ചെയ്യുന്നത് സമ്മർ ടൈമിലാണ്. ഇവിടെ ഗ്യാസ് ഗ്രില്ലുണ്ട്, അതുപോലെ ചാർക്കോൾ ഗ്രില്ലുണ്ട്, പെലറ്റ് ഗ്രില്ലുണ്ട്, അതുപോലെ പല ടൈപ്സ് ഓഫ് ഗ്രില്ലുണ്ട്. നമ്മൾ ഇവിടെ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ഗ്രില്ല് ഇതൊരു പ്രൊപ്പൈൻ ഗ്യാസ് ഗ്രില്ലാണ്. ഇത് വരുന്നത് സാംസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് ഇവിടെ. സാംസ് ക്ലബ്ബ്, കോസ്കോ ഒക്കെ ഇച്ചിലൂടെ. സാംസ് ക്ലബ്ബ് വാൾമാർട്ടിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ സാംസ് ക്ലബിൻ്റെ മെമ്പേഴ്സ് മാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ഗ്രില്ലാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് കണ്ടത്. ഇൻസ്ട്രക്ഷൻ മാനുവൽ വെച്ച് ഇത് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നോ രണ്ടോ പേരോ ഉണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറിനോ ഉള്ളിൽ അസംബിൾ ചെയ്തെടുക്കാം. അല്ല, $100 കൊടുക്കാമെങ്കിൽ അവരത് അസംബിൾ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേ ഓപ്പൺ ബോക്സ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഫ്യൂച്ചറിൽ ഈ ഒരു ചാനലിൽ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ വീടെടുത്തതിന് ശേഷം കുറേ കാര്യങ്ങൾ ഓപ്പൺ ബോക്സ് ചെയ്യാനും അസംബിൾ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ചാനലിലൂടെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറച്ചൊക്കെ ഓൾറെഡി അസംബിൾ ചെയ്തു. മിക്കവാറും ഒക്കെ ഇത് സിമ്പിൾ പ്രോസസ്സാണ്. ഇവർ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ബോക്സിനകത്ത് തരും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. വീലിൻ്റെ ഇറക്കുന്നതാണോ ഇത്? വീലിൻ്റെ എന്തോ ലോക്ക, ഒരു വീലിന് എന്തോ ഒരു ലോക്ക്. കാസ്റ്റർ പിൻ അല്ലേ? കറക്റ്റായിട്ട് ലേബിൾ ചെയ്തിരിക്കുന്നുണ്ടോ? എല്ലാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിലുണ്ട് അസംബിൾ ചെയ്യാനായിട്ടുള്ള. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ ബുക്ക്. ഈ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 തൊട്ട് ഈ ഒരു ഗ്രില്ല് ഈ ഒരു ലുക്കാക്കി എടുക്കുന്നവരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടില്ലേ? ഓരോ ഇൻസ്ട്രക്ഷൻസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ പാർട്സാണ്. ഇതിൻ്റെ ബോക്സസ് എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് തുറന്ന എല്ലാ പാർട്സും എല്ലാം റെഡിയാക്കി വെച്ചു. ഇതാണ് നമ്മുടെ ഗ്രില്ല് വരുന്നത്, ഇതിൻ്റെ മെയിൻ പീസ്. ഗ്യാസ് ഗ്രില്ലാണ്. ഇതാണ് അതിൻ്റെ ഗ്യാസ് വരുന്നുണ്ടോ, ബ്ലൂ റൈനോടെ 5 ബേണർ ഗ്യാസ് ഗ്രില്ല് അല്ലേ? 5 ബേണർ ഉണ്ട് ഇവിടുത്തെ. ഇത് സാധാരണ നമുക്ക് കുക്കിംഗ് ചെയ്യാം അല്ലേ? അതുണ്ടോ? ഒരടുപ്പുണ്ട്, അത് കൊള്ളാം. അത് നമുക്ക് നല്ല വെതറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രില്ല് വെളിയിൽ വെച്ചുകൊണ്ട് നമുക്ക് സാധാരണ വെളിയിൽ വെച്ച് കുക്കിംഗ് ചെയ്യാം. അത് നല്ല പരിപാടിയാണ്. ഇപ്പം അസംബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം ഈ കാണുന്നത്. കണ്ടില്ലേ ഗൈസ്? കുറച്ച് പണിയുണ്ട്. നമുക്കിപ്പം ഓരോരോ സ്റ്റെപ്പ് വെച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ? ഇപ്പം അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രില്ല് ഇതുപോലെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഈ പടം കണ്ടോ? പടം ഒന്ന് കാണിക്കാം. ഇതുപോലെ നമ്മൾ ഗ്രില്ലെല്ലാം അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ലുക്ക്, ഫുൾ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് സ്ക്രൂ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് ഗ്യാസും കണക്ട് ചെയ്യണം. ഇതിൻ്റെ ഗ്യാസിനും പൈസ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. എനിക്കൊന്ന് 60 രൂപയാണ് ക്യാനിന്. അത് റീഫിൽ ചെയ്യാനായിട്ട് $20-25 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇതിൻ്റെ ആക്ച്വൽ വിലയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാസ് ഗ്രില്ലിന് ഇതിൻ്റെ ഫുൾ പ്രൈസ് $349 ആണ്. അതിൻ്റെ ഇന്ത്യൻ റുപ്പീസിലുള്ള പ്രൈസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഇതൊരു സെയിലിന് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ $50 ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ $50 കുറച്ച് $349 $290 ആണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ പ്രൈസ് ഏകദേശം $30,000 അടുത്ത് വരും. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 ബേണറാണ്. അതുപോലെ ഗ്യാസ് ഗ്രില്ലാണ്. ഇപ്പോൾ ചാർക്കോളെ ഉണ്ടാക്കുന്നതും ഗ്യാസെ ഉണ്ടാക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്.
ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിനൊരു സ്റ്റൗ ആയിട്ടൊരു സൈഡിൽ ഒരു സ്റ്റൗ പോലെയുണ്ട്, അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം വെളിയിൽ. അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മളത് ബിൽഡ് ചെയ്തിട്ടില്ല ഇതുവരെ, അത് നമുക്കിനി അസംബിൾ ചെയ്യാനുണ്ട്. അതുപോലെ താഴെയാണ് അതിൻ്റെ ഗ്യാസ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിടുന്നത് അതിൻ്റെ ആ ഒരു ഫുഡ് വെക്കുന്ന ആ ഒരു ഏരിയയാണ്. അവിടെ നിന്ന് കാസ്റ്റ് അയൺ ആണെന്ന് തോന്നുന്നത് കണ്ടില്ലേ, അത് നല്ല ഹെവിയാണ്. സ്റ്റൗവിൻ്റെ ഒക്കെ മേളിൽ വരുന്ന ആ ഒരു സംഭവം പോലത്തെ സാധനമാണത്. അപ്പോൾ അതുപോലെ അതിൻ്റെ മേളിലും നിങ്ങൾക്ക് കാണാം, അതും ആ ഒരു ഗ്രില്ലിൻ്റെ അകത്ത് വരുന്ന മേളിൽ ഇച്ചിരി കൂടെ, അതായത് ഹീറ്റ് വേണ്ട, അതായത് മീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ആ ഒരു വെച്ച സംഭവത്തിലാണ് ഇടുന്നത്. അതിന് മേളിൽ നമുക്ക് ഇച്ചിരി കൂടെ ഹീറ്റ് കുറവ് വേണ്ട സംഭവങ്ങളൊക്കെ അതിന് മേളിൽ വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് മുഴുവനായിട്ട് ഇപ്പം നമ്മൾ അസംബിൾ ചെയ്തു. അതിൻ്റെ ടെമ്പറേച്ചർ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അതുപോലെ ഇതാണ് ആ ഒരു സ്റ്റൗ കണ്ടത്, അത് ഓണാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറേ നമുക്ക് ഗ്രില്ലും ചെയ്യാം. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. നല്ല ഒരു ഡിസൈനാണ്. അതിൽ ഗ്യാസ് ഓൾറെഡി വെച്ചു, ബ്ലൂ റൈനോടെ. ഇത് വളരെ പോപ്പുലറാണ്, ബ്ലൂ റൈനോ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഗ്യാസാണ്, പ്രൊപ്പെയിൻ ഗ്യാസ്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം, അതിനുശേഷം നമുക്ക് റീഫിൽ ചെയ്യാം. ആ ടാങ്ക് തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നിന്ന് നമുക്ക് പുതിയ ടാങ്ക് എടുത്തുകൊണ്ട് വരാം. ഇവിത്തേലും നമുക്കിനിയും ഫ്യൂച്ചറിൽ കുറേ ഗ്രില്ലിങ്ങും അതുപോലെ അതിൻ്റെ കുറേ വീഡിയോസും ഒക്കെ ചെയ്യാനുണ്ട്. പുതിയ ഗ്രില്ലെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് ചൂടാക്കി ഒന്ന് സീസൺ ചെയ്തെടുക്കണം. ഫുൾ ഹീറ്റിലിട്ട് നമ്മളെല്ലാം ഒന്ന് ഇപ്പോൾ റെഡിയാക്കി എടുക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്ക് ഇവിത്തെ കുക്ക് ചെയ്യാനായിട്ട്. സാംസ് ക്ലബിൻ്റെ മെമ്പേഴ്സ് മാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. ഇതുപോലെ പല ഗ്രില്ലുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർക്കോള് അതായത് ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ വ്യത്യാസം കാണും ചാർക്കോളിൽ. ട്രഡീഷണലായിട്ട് ചാർക്കോളാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്യാസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി എളുപ്പമാണ്. അതുപോലെ പെലറ്റ് ഗ്രില്ലുണ്ട്. പെലറ്റ് ഗ്രില്ലിലും നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന ഗ്രില്ലുകളുണ്ട്. ഗ്യാസാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പവും അതുപോലെ ഫാസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചാർക്കോൾ എന്ന് പറയുമ്പം സമയം കുറച്ചുകൂടി എടുക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ആ ഒരു സ്റ്റേക്ക് നമ്മൾ റെഡിയാക്കി. ഇത് വെറും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതൊരു ടീബോൺ എന്ന് പറഞ്ഞ സ്റ്റേക്കിൻ്റെ കട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.